ഇത് അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഓർഡർ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ഡെലിവറി ബോയ്സ് വരുമ്പോഴത്തേക്കും എടുത്ത് കൊടുത്താൽ മതിയാവും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഡെയിലി ഡയറീസ് ബൈ ബൈന. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലൗഡ് കിച്ചൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്, പാക്കേജിംഗ് ഒക്കെ എങ്ങനെയാണ്, ഇതൊക്കെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി കേട്ടോ, ഞാൻ അതിനുള്ള റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് അത് നമുക്ക് ലാഭം കിട്ടുന്നുണ്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയൊരു രീതിയിൽ ഒരു മിൽക്ക് സർബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ആപ്പിള്, അതുപോലെ തന്നെ പൊമഗ്രനേറ്റ്, ബനാന, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മിൽക്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ തന്നെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് മെനു ആണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. നമുക്ക് മെനു കൃത്യമായിട്ട് എന്താണോ ഓരോ ദിവസം കൊടുക്കുന്നതെന്നുള്ളത് അതിൽ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഓർഡേഴ്സ് വരത്തുള്ളൂ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് മിൽക്ക് സർബത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മാർക്കറ്റിൽ പോയിട്ട് ഹോൾസെയിൽ റേറ്റിന് എനിക്ക് എത്ര രൂപയ്ക്ക് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റേറ്റിന് ഞാൻ ഒരു ആൻറ്റിയുടെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വലിയ രീതിയിൽ മേടിക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഒരു രീതിയിൽ തരാമെന്ന് പറഞ്ഞ് എനിക്ക് എത്രയാണോ വേണ്ടത്, ഞാൻ ഇപ്പോൾ 1/2 കിലോയാണ് ഞാൻ ഇന്നത്തേക്ക് മേടിച്ചിട്ടുള്ളത് സാധനങ്ങളെല്ലാം കൂടിയിട്ട്. ആപ്പിൾ 1/2 കിലോ, പൊമഗ്രനേറ്റ് 1/2 കിലോ, അതുപോലെ തന്നെ ബനാനയും 1/2 കിലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മേടിച്ച് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലാഭമാണോ, ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് എൻ്റെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ 2 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതിനുള്ള ആപ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറി ബോയ്സ് വരുമ്പോഴത്തേക്കും നേരെ ഒന്ന് പെട്ടെന്നൊന്ന് പാക്ക് ചെയ്ത് എടുത്തങ്ങ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ള ടൈം 8:30 മുതൽ 10:30 മണി വരെയാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്തിടുന്ന ടൈം തൊട്ട് ഓർഡേഴ്സ് വന്നിട്ട് അത് പിന്നെ നമുക്ക് ക്ലോസ് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് തീരുമാനിക്കാം എത്ര ടൈം തൊട്ട് എത്ര ടൈം വരെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിടണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എനിക്ക് 2 ഓർഡേഴ്സ് വന്നത് ഞാനൊന്ന് എഴുതി ഒന്ന് വെക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ എത്ര മണിക്കുള്ളിൽ ഡെലിവറി ചെയ്യണം എന്നിട്ടുള്ള സമയം കൂടിയിട്ട് ഞാൻ ആ ഒരു പേപ്പറിലേക്ക് എഴുതി ഒന്ന് ഒട്ടിച്ച് വയ്ക്കും. നമുക്ക് പെട്ടെന്ന് അതിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ അടുത്തത് കണക്ക് കാണിച്ചു തരുന്നത് എനിക്ക് എത്ര രൂപ ആയിട്ടുണ്ട്, എത്ര രൂപ എനിക്കിതിൽ ലാഭം വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ മുഴുവനായിട്ടും ഇന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാര്യം എനിക്ക് അത്രയ്ക്കും ഓർഡേഴ്സ് പോയിട്ടില്ല. എനിക്ക് ആകെ ഇന്ന് പോയിട്ടുള്ളത് 4 ഓർഡറുകളാണ് പോയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ 4 ഓർഡറുകളാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് എനിക്ക് നാളെയും ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തീർന്നതിന് ശേഷം മാത്രമേ എനിക്ക് എത്ര രൂപയായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റൂ. ഞാൻ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 140 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം 36 രൂപ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും അവർ കമ്മീഷനായിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ റേറ്റ്, സിപ്പർ കപ്സ്, അതുപോലെ തന്നെ അതിന് വന്നിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് എനിക്ക് ആ ഒരു പ്രൈസ് ഇടാൻ പറ്റുക.
ഇപ്പോൾ 140 രൂപയ്ക്കാണ് ഞാൻ എൻ്റെ ഒരു മിൽക്ക് സർബത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ വന്നു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അടുത്ത ഓർഡർ വന്നതിൻ്റെ അത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഓരോന്നിങ്ങനെ ചെയ്യണം. കാര്യം അരമണിക്കൂർ മാത്രമേ നമുക്ക് ടൈം കിട്ടത്തുള്ളൂ. എത്ര ഓർഡേഴ്സ് വന്നാലും അരമണിക്കൂറാണ് ടൈം ഉള്ളത്. അതിനുള്ളിൽ നമ്മളെന്താണ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ഡെലിവറി ബോയ്സ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അരിഞ്ഞൊക്കെ എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വോയിസ് ഓവറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം വീഡിയോയിൽ കൂടി വോയിസ് ഓവറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ടൈം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്ലാണ്ട് ഒരു വോയിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോയി. അപ്പോൾ ഇനിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസം ഞാൻ വരാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിച്ചാൽ മതി. തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് തുടങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വരാം. ബൈ.